Welcome back to Bosco Campus Vision. This is the 34th lecture of Digital Marketing, topic eCash. What is eCash? eCash is digital money that is exchanged electronically over computer or telecommunications network. ഇലക്ട്രോണിക് മീൻസ് വഴി ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. The primary function of eCash is to facilitate transactions on the internet. ഇതിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് മുഖേന ക്യാഷിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നതാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് that allows buyers to pay all goods and services online by transmitting over the internet a unique electronic number or other identifier that carries a specific value. രണ്ട് ബാങ്കുകൾ തമ്മിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെയാണ് ഇതിൽ നടക്കുന്നത്. ഒരു ഇ-ക്യാഷ് സിസ്റ്റത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ആ യൂസർക്ക് ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഒരു ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഇ കോയിൻസും ID നമ്പറും വെച്ചിട്ടാണ് ഇ-ക്യാഷ് പേയ്മെൻറ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തി തൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് ബാങ്കിന് പേ ചെയ്യുമ്പോൾ ബാങ്ക് ആ എമൗണ്ടിനുള്ള ഇ കോയിൻസ് പ്രൊവൈഡ് ചെയ്യും. ഓരോ ഇ കോയിൻസും ഓരോ ഐ ഡി നമ്പർ ബാങ്ക് ഡിജിറ്റലി ചെയ്തിട്ടുണ്ടാകും. സോ ഈ ഇ കോയിൻസ് ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കസ്റ്റമർ തൻ്റെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതിനുശേഷം ആവശ്യാനുസരണം പേയ്മെൻറ്റ്സ് നടത്താൻ ഇ കോയിൻസ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് എ മോസ്റ്റ് പോപ്പുലർ ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് ഇൻ യൂറോപ്പ് ആൻഡ് ജപ്പാൻ. അപ്പോൾ ഓരോ കോയിൻസിനും ഓരോ ID നമ്പർ ഉണ്ടായിരിക്കും. സോ ഈ കോയിൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ബയേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. സോ പർട്ടിക്കുലർ എമൗണ്ടിന് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഇ കോയിൻസ് മുഖേന നടത്തുന്ന പേയ്മെൻറ്റ് ട്രാൻസാക്ഷനെയാണ് ഇ-ക്യാഷ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഇ കോയിൻസ് മുഖേന നടത്തുന്ന പേയ്മെൻറ്റ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഇ-ക്യാഷ് എന്ന് പറയുന്നത്. Next is, what are the concept of issuing and using eCash? First one, a customer applies to a bank for eCash by paying an amount in cash or by check. He requests to issue e-coins in various denominations such as 100, 50, 20, 10 or 5. ആദ്യം തന്നെ ഒരു കസ്റ്റമർ ഒരു നിശ്ചിത എമൗണ്ട് ബാങ്കിലേക്ക് ക്യാഷ് വഴിയോ ചെക്ക് വഴിയോ അടച്ചതിന് ശേഷം ആ എമൗണ്ടിലുള്ള ഇ കോയിൻസിൻ്റെ പലതരം ഡിനോമിനേഷൻസ് ഇഷ്യൂ ചെയ്യാനായി റിക്വസ്റ്റ് ചെയ്യും. അതായത് വളരെ ചെറിയ ഡിനോമിനേഷൻസിലുള്ള ഇ കോയിൻസും അവൈലബിൾ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 10 അല്ലെങ്കിൽ 5 വരെയുള്ള ഇ കോയിൻസിൻ്റെ ഡിനോമിനേഷൻസ് എന്തായിരിക്കും, അത് അവൈലബിൾ ആയിരിക്കും ബാങ്കിൽ. Then the bank issues e-coins from its currency servers. It assigns a random number as ID to each coin. Bank digitally signs each coin with private key. E-coins have an expiry date also. It is stored in an e-coin database called ePurse. ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചതിന് ശേഷം ബാങ്ക്സ് കസ്റ്റമറിന് ഇ കോയിൻസ് ഇഷ്യൂ ചെയ്യും. ഓരോ ഇ കോയിൻസിനും ഓരോ ID കാണും. കൂടാതെ ബാങ്ക് അതിന് പ്രൈവറ്റ് കീ മുഖേന ഡിജിറ്റലി സൈൻ ചെയ്തിട്ടും ഉണ്ടാകും. അതുപോലെ ഈ ഇഷ്യൂ ചെയ്യുന്ന ഇ കോയിൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കും. അതുപോലെ ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു ഡേറ്റാബേസ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിനുശേഷം കസ്റ്റമേഴ്സിന് ഈ ഡേറ്റ SSL പ്രോട്ടോക്കോൾ മുഖേന ഫോർവേഡ് ചെയ്യും. സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ SSL പ്രോട്ടോക്കോൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഇത് മുഖേന അയച്ചു കൊടുക്കുന്ന ഡേറ്റാബേസ് കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലുള്ള ePurse എന്ന ഒരു ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. Then when customer buys products online, he can pay e-coin from his ePurse. The e-coin is sent to merchant using HTTP protocol to ensure security. At the same time, the customer's computer marks that coin as spent in its ePurse. പ്രോഡക്ട്സ് ഓൺലൈനായി വാങ്ങുമ്പോൾ കസ്റ്റമേഴ്സിന് ഇ കോയിൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. സോ ഇ കോയിൻസ് മെർച്ചൻറ്റിന് ഒരു HTTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചായിരിക്കും മെർച്ചൻസിന് സെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ തന്നെ കസ്റ്റമർ ആ പർട്ടിക്കുലർ ഇ കോയിൻസ് ഈ പേഴ്സിൽ നിന്ന് സ്പെൻഡ് ചെയ്തതായി മാർക്ക് ചെയ്യും. The merchant sends the e-coin to the bank's currency server. Then the e-coin is accepted and the merchant account is credited with the approved amount after deducting commission. മർച്ചൻസ് വീണ്ടും ഈ SSL പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ഈ ലഭിച്ചിട്ടുള്ള ഇ കോയിൻസ് കറൻസി സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇവിടെ കറൻസി സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ആ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിനെയാണ്. അങ്ങനെ കറൻസി സെർവർ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ചെക്ക് ചെയ്ത ശേഷം അവർ ഇഷ്യൂ ചെയ്ത കോയിൻസിൻ്റെ ID നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു ചെറിയ കമ്മീഷൻ ഡിഡക്റ്റ് ചെയ്യും. പിന്നീട് ആ കോയിൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂവിലുള്ള ക്യാഷ് മെർച്ചൻറ്റിന് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. ഫൈനലി ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ഓൺ ടു ദ മെർച്ചൻറ്റ് ആൻഡ് ദ മെർച്ചൻറ്റ് ഈസ് ടേൺ ഡെലിവേഴ്സ് ദ ഗുഡ്സ് ടു ദ കസ്റ്റമർ. സോ കോയിൻസ് അക്സെപ്റ്റ് ചെയ്തു, അതിനുള്ള എമൗണ്ട് മെർച്ചൻസിന് ക്രെഡിറ്റ് ആയി എന്നുള്ള ഇൻഫോർമേഷൻ ലഭിച്ചതിന് ശേഷം ആ ഗുഡ്സ് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്ത് കൊടുക്കപ്പെടും. Then going to what are the advantages of eCash. First one, lower transaction cost. Second one, convenience. Third one, authorization not required. And the last one is suitable for small payments. First one, lower transaction cost. അതായത് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനെറ്റ് മുഖേനയാണ് ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സെക്കൻഡ് വൺ ഈസ് കൺവീനിയൻസ്. ഇതൊരു കൺവീനിയൻറ്റ് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. കാരണം ഒരു ഇൻഡിവിജ്വലിൻ്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് ബാങ്കിൽ തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഏതായിട്ട്? ഇ കോയിൻസ് ആയിട്ട്. ആവശ്യാനുസരണം അവരുടെ ഇ പേഴ്സിൽ നിന്നും ഇത് ട്രാൻസാക്ഷൻ നടത്താവുന്നതുമാണ്. തേർഡ് വൺ ഈസ് ഓതറൈസേഷൻ നോട്ട് റിക്വയർഡ്. കസ്റ്റമേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള ഓതറൈസേഷൻ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണ്? ഇ കോയിൻസ് ബാങ്കിൽ ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ആയിരിക്കും എല്ലാം എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ അതോറിറ്റീസിൻ്റെ ഒന്നും അപ്രൂവൽ അവിടെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ പേയ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ ഡിനോമിനേഷൻസിൽ വരെ ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ പേയ്മെൻറ്റ്സ്. അപ്പം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇക്യാഷ് ചോദിക്കുകയാണെങ്കിൽ ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, കൺവീനിയൻസ്, ഓതറൈസേഷൻ നോട്ട് റിക്വയർഡ്, സ്യൂട്ടബിൾ ഫോർ സ്മോൾ പേയ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇക്യാഷ്. ഫസ്റ്റ് വൺ, ഹൈ ഫിനാൻഷ്യൽ റിസ്ക് as eCash may be stolen by hackers. Second one is the vendor should have account in the same bank which issued the eCash. First one is high financial risk as eCash may be stolen by hackers. എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹാക്കേഴ്സിന് ക്യാഷ് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ കോയിൻസിൻ്റെ ID നമ്പർ കിട്ടിയാൽ മതി, അവർക്ക് ഹാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. Second one is the vendor should have account in the same bank which issued the eCash. അതായത് വെണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇക്യാഷ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൽ വെണ്ടറിനൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഈ ഇ കോയിൻസ് കൺവേർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ക്രെഡിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ റിസ്ക് ആസ് ഇക്യാഷ് മേ ബി സ്റ്റോളൻ ബൈ ഹാക്കേഴ്സ്. Second one is the vendor should have account in the same bank which issued the eCash. SAക്കൊക്കെ സപ്പാർട്ടായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് എന്താണ് ഇക്യാഷ്, പിന്നെന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. 4 മാർക്സിനും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും ഇത് പഠിക്കുക. So today's assignment question is define eCash. Second question, what are the advantages and disadvantages of eCash? First question is define eCash. Second question, what are the advantages and disadvantages of eCash?